മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनमथे हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാചു ദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യം ചെല്ലുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ മാഹാത്മ്യം പറയണതാണ്. തുടരാണ്. ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാതഭേദേ ച നൃണം മൈത്രീകരണമുത്തമം. ബാലഗ്രഹാഭിഭൂതാനാം, ബാലഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ളതായിട്ടുള്ള ഗ്രഹദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓരോരോ ഗ്രഹങ്ങളുടെ സ്ഥാനം കൊണ്ടുവരണതായിട്ടുള്ള കുട്ടികൾക്ക് ബാലപീഡകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ശാന്തികാരകം ശമനം ഉണ്ടാക്കണതാണ്. ആ ബാലഗ്രഹങ്ങളുടെ പീഡ അതിൽ നിന്നെല്ലാം ശമനം ഉണ്ടാക്കുന്നതാണ് ഈ മഹാത്മ്യം ചൊല്ലുന്നതും കേൾക്കുന്നതും എന്ന്. സംഘാതഭേദേച്ച നൃണാം സംഘാതഭേദേച്ച നൃണാം, മനുഷ്യരുടെ സംഘാതത്തിന് ഭേദം ഉണ്ടാവുക. സംഘാതം വെച്ചാൽ സമൂഹം, ആളുകളുടെ കൂട്ടത്തിൽ ഒന്നിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നിൽക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് തെറ്റിപ്പിരിയ എന്നുള്ളതാണ്. സംഘാതത്തിന് ഭേദം വ്യത്യാസം, അതായത് വിശേഷ അങ്ങോട്ട് തെറ്റിമാറുക എന്നുള്ളത് അതുണ്ടാവുക. അങ്ങനെ ആളുകളുടെ ഒന്നിച്ച് നിൽക്കേണ്ടവരെ അല്ലെങ്കിൽ നിൽക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസം വന്ന് തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം വന്ന് ഇരിക്കുമ്പോൾ സംഘാതഭേദേ ചന്ദ്രണം മൈത്രീകരണം ഉത്തമം. അവർക്ക് മൈത്രി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ വിഷമങ്ങളൊക്കെ തീർത്ത് അന്യോന്യമുള്ളതായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മൈത്രി വീണ്ടും സ്ഥാപിക്കാൻ ഉത്തമമായിട്ടുള്ളതാണ് ഈ ദേവീ മാഹാത്മ്യം എന്നുള്ളതാണ്. ദുർവൃത്താനാമശേഷാണം ബലഹാനികരം പരം രക്ഷോഭൂതപിശാചാനാം പഠനാദേവനാശനം സർവം മമ ഇതന്മാഹാത്മ്യം മമ സന്നിധികാരകം. ദുർവൃത്താനാമശേഷാണം, എല്ലാ ദുർവൃത്തങ്ങളും ദുഷ്ടതായിട്ടുള്ള പെരുമാറ്റങ്ങൾ, എല്ലാ ദുർവൃത്തങ്ങൾക്കും ബലഹാനികരം, ആ ബലം നശിപ്പിക്കണം എന്നാണ്. എല്ലാ ദുർവൃത്തങ്ങളുടെയും ദുഷ്ശീലങ്ങൾ, ഓരോരുത്തരുടെ ദുഷ്പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ബലഹാനികരം, അതിനുള്ളതായിട്ടുള്ള ബലം ഇല്ലാണ്ടേക്കും. ആ ദുർവൃത്തത്തിനുള്ളതായിട്ടുള്ള ബലം ഇല്ലാതാക്കും. രക്ഷോഭൂത പിശാചാനാം, അതുമാരെ രക്ഷസുകൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ എല്ലാവരുടെയും പഠനാദേവനാശനം, ഇത് പഠിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് മാഹാത്മ്യം വായിക്കുന്നത് കൊണ്ട് തന്നെ നാശനം, അതിനെയൊക്കെ നശിപ്പിക്കുന്നു. രക്ഷോഭൂത പിശാചുക്കളെയെല്ലാം നശിപ്പിക്കുന്നതാണ്. സർവം മമ ഇതന്മാഹാത്മ്യം മമ സന്നിധികാരകം. ഈ എൻ്റെ മാഹാത്മ്യം മുഴുവനും തന്നെ, എൻ്റെ ഈ മാഹാത്മ്യം വായിക്കുന്നത് കേൾക്കുന്നത് ഒക്കെ തന്നെ മമ ഇതൻ മാഹാത്മ്യം മമ സന്നിധികാരകം, എൻ്റെ സാന്നിധ്യത്തിനെ ഉണ്ടാക്കുന്നതാണ്. ഇത് വായിക്കുന്നതും ശ്രവിക്കുന്നതുമൊക്കെ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാക്കുന്നതാണ്. മമ സന്നിധികാരകം, എൻ്റെ സാന്നിധ്യത്തെ ഉണ്ടാക്കുന്നതാണ്. പശുപുഷ്പാർഘ്യധൂപൈശ്ച ഗന്ധദീപൈസ്തസൂക്തമൈഃ വിപ്രാണം ഭോജനൈർഹോമൈഃ പ്രേക്ഷണീയൈരഹർനിശം അന്യൈശ്ച വിവിധൈർഭോഗൈഃ പ്രധാനൈർവത്സരേണ ച. പ്രീതിർമേ പ്രിയതേ സാസ്മിൻ സകൃതുച്ചരിതേ ശ്രുതേ. ഇനി സാ പ്രീതി, ആ പ്രീതി, ആ സന്തോഷം, എനിക്ക് അതുകൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ആ സന്തോഷം, സകൃതുച്ചരിതേ ശ്രുതേ, അസ്മിൻ സകൃതുച്ചരിതേ ശ്രുതേ, ഈ മാഹാത്മ്യം ഒരിക്കൽ പറയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ, ഒരിക്കൽ ഈ മഹാത്മ്യം വായിക്കുകയോ അത് കേൾക്കുകയോ ചെയ്യുമ്പോൾ എനിക്ക് അത്രത്തോളം സന്തോഷം ഉണ്ടാവും എന്നാണ്. എത്രത്തോളമുള്ള സന്തോഷമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. പശു പുഷ്പാർഘ്യ ധൂപയിശ്ച, പശുക്കളെ കൊണ്ട്, അതെ പശു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുക്കളെ ഹോമിക്കുക എന്നുള്ളത് യാഗത്തിൽ എന്നുള്ളത്, അങ്ങനെ അല്ലെങ്കിൽ പുഷ്പങ്ങളെ കൊണ്ട് പൂജിച്ച് ഈ പശുക്കളെ ഇതാക്കുക എന്നുള്ളതുണ്ടല്ലോ. ദേവിക്ക് പശുക്കളെ ഇത് രക്തം കൊണ്ട് അഭിഷേകം ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട്.
സമ്പ്രദായങ്ങൾ. അപ്പോൾ പശുഹത്യകൾ ഒക്കെ ദേവിക്ക് പ്രിയമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പശു പുഷ്പങ്ങൾ, അർഘ്യങ്ങൾ, ധൂപങ്ങൾ, ഗന്ധദീപയിശ്ച, ദീപം, ധൂപം, ദീപം, ഇങ്ങനെയുള്ള ഗന്ധദ്രവ്യങ്ങൾ അങ്ങനെയുള്ളതുകൊണ്ടൊക്കെ തഥ ഉത്തമങ്ങളായിട്ടുള്ള ഇതുകൊണ്ടൊക്കെ പൂജിക്കുന്നതിനേക്കാട്ടിലും വിപ്രാണം ഭോജനൈഹി, വിപ്രന്മാരെ ഭക്ഷണം കൊടുക്കുക, വിപ്രന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, ഹോമൈഹി, ഹോമങ്ങൾ ചെയ്യുക, പ്രേക്ഷണീയയിൽ അഹർനിശ, ഇങ്ങനെ കാണാൻ വളരെ കൗതുകകരമായിട്ടുള്ള പലതൊക്കെ ഉണ്ട്. അതൊക്കെ പല അഹർനിശം രാവും പകലും ചെയ്യുന്നതിനും കൊണ്ടും അതിനേക്കാട്ടിലൊക്കെ പ്രിയം. അന്വേഷിച്ച വിവിധൈർഭോഗൈഹി, വേറെയുള്ളതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങൾ, അതായത് പ്രിയങ്ങളായിട്ടുള്ള മാർഗങ്ങൾ അനവധിയുണ്ട് ദേവിയെ പ്രീണിപ്പിക്കാനുള്ളത്. അപ്പോൾ അതിനേക്കാളൊക്കെ പ്രീതി എനിക്ക് ഭോഗൈഹി പ്രധാനൈഹി വത്സരേണ ച, പ്രധാനൈഹി ദാനം ചെയ്യുക, വത്സരേണ ഒരു കൊല്ലം മുഴുവനെ ദാനം ചെയ്താലും പ്രീതിയും അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്നതായിട്ടുള്ള സന്തോഷം എനിക്ക് ഇത് ഒരിക്കൽ ചൊല്ലിയാൽ ഉണ്ടാവും എന്നുള്ളത്. ശ്രുതേ, കേട്ടാലും. ഉച്ചരിതേ ശ്രുതേ നി ശ്രുതം ഹരതി പാപാനി തഥാരോഗ്യം പ്രയച്ഛതി രക്ഷാം കരോതി ഭൂതേഭ്യോ ജന്മന കീർത്തനം മമ ജന്മന കീർത്തനം, എൻ്റെ ജന്മം മുതലുള്ളതായിട്ടുള്ള കാര്യങ്ങളെ കീർത്തിക്കുന്നത്. ജന്മന കീർത്തനം, ജന്മം മുതലേയുള്ളതിൻ്റെ കീർത്തിക്കൽ. ശ്രുതം ഹരതി പാപാനി, അത് കേൾക്കുകയോ ചെയ്യുമ്പോൾ, ഒന്നുകിൽ കീർത്തിക്കുക അല്ലെങ്കിൽ അത് കേൾക്കുക. ഹരതി പാപാനി, എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്നു. തഥാ ആരോഗ്യം പ്രയച്ഛതി, ആരോഗ്യത്തെ പ്രയച്ഛതി നൽകുന്നു. രക്ഷാം കരോതി ഭൂതേഭ്യ, ഭൂതങ്ങളിൽ നിന്നും രക്ഷയെ ചെയ്യുന്നു. ജന്മന കീർത്തനം, എൻ്റെ ജനനം മുതലുള്ളതായിട്ടുള്ള കീർത്തിക്കൽ അല്ലെങ്കിൽ അതിനെ കേൾക്കൽ ഒക്കെ ഇങ്ങനെ പാപങ്ങളെ ഇല്ലാതാക്കുന്നു, ആരോഗ്യത്തെ ഉണ്ടാക്കുന്നു, രക്ഷയെ ഭൂതങ്ങളിൽ നിന്നൊക്കെ രക്ഷ ചെയ്യുന്നു. ഇങ്ങനെ അതുകൊണ്ട് മഹാത്മ്യം തുടർന്ന് പറയുകയാണ് ചെയ്തത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.